2012 തോന്നുന്നു ഇരുന്ന പള്ളിയിൽ ഇതേക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആദ്യ കുർബാന സ്വീകരണമൊക്കെ കഴിഞ്ഞ ഒരു സമയമാണ്, മെയ് മാസം. ഇടവേള കുട്ടികളെല്ലാം ഒരുമിച്ച് ആദ്യ കുർബാന സ്വീകരണം. അപ്പോൾ അവർക്ക് ഭയങ്കര തീക്ഷ്ണതയായിരിക്കും. പള്ളിയിൽ കൂട്ടം കൂട്ടായിട്ട് വരും, കൂടെ കുമ്പസാരിക്കും, എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കും, എല്ലാ ദിവസവും പള്ളി വരും, ഭയങ്കര തീക്ഷ്ണതയായിരിക്കും. അപ്പോൾ അവരോട് ഈ ദൂത് പറഞ്ഞു, പിതാവായ ദൈവത്തോട് ചോദിക്കാം. അപ്പോൾ കുട്ടികൾക്ക്, ആ പ്രായമുള്ള ഒരു 9-10 വയസ്സ് പ്രായമുള്ള കുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാകുന്നൊരു കാര്യം, അവരോട് ഞാൻ പറഞ്ഞു, പിതാവേ എനിക്കൊരു സൈക്കിൾ തരണമേ, അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിതാവേ എനിക്കൊരു സൈക്കിൾ തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു. ഒരു ജോയൽ എന്ന് പറയുന്ന ഒരു മിടുക്കൻ അവൻ പ്രാർത്ഥിച്ചു. വീട്ടിൽ പോയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ അച്ഛൻ പള്ളിയിൽ ഇങ്ങനെ പറഞ്ഞു, പിതാവിനോട് പ്രാർത്ഥിച്ച എന്തും കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അതങ്ങനെ കേട്ടു, നല്ല കാര്യം, അങ്ങനെ അവൻ പ്രാർത്ഥിച്ചു. അപ്പൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ, പള്ളിയിൽ അവൻ പോയതും പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ ദൂത് പറഞ്ഞതും അതൊന്നും അപ്പൻ അറിഞ്ഞിട്ടില്ല. അപ്പൻ വൈകുന്നേരം വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അപ്പൻ പോക്കറ്റിൽ നിന്ന് 1000 രൂപ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയാണ്, നമുക്ക് അപ്പം മെയ് മാസമാണ്, ഓഗസ്റ്റ് ഓണമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഓണത്തിന് അവന് സൈക്കിൾ മേടിച്ച് കൊടുക്കണം, അതിലേക്കുള്ള നിക്ഷേപത്തിലേക്ക് ഈ 1000 രൂപ വെച്ചേക്ക്. എങ്ങനെയുണ്ട്? അവൻ സന്തോഷം കൊണ്ട് അവനിത് കേൾക്കുകയാണല്ലോ വീട്ടിൽ. വൈകുന്നേരം ഊറി അവൻ ഭയങ്കര സന്തോഷം. അതായത് രാവിലെ ചോദിച്ചു, വൈകുന്നേരം നടപടിയായി. രാവിലെ ചോദിച്ചു, വൈകുന്നേരം നടപടിയായി. ഇത് തമാശയല്ല, ഇത് സംഭവിച്ച കാര്യമാണ്, ഞാൻ ഉണ്ടാക്കി പറഞ്ഞ കാര്യമല്ല.